നമസ്കാരം. കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. കിടപ്പിലായ കുട്ടികൾക്ക് വിദ്യാലയ അനുഭവങ്ങൾ ഉറപ്പാക്കുന്ന സ്പേസ് സെന്റർ പാലക്കുഴ ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരള, കൂത്താട്ടോളം BRC നേതൃത്വത്തിൽ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജയ കെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് അധ്യക്ഷനായി. സന്ധ്യാമോൾ പ്രകാശ്, OP ബേബി, വൈസ് പ്രസിഡന്റ് ബിജു മുണ്ടപ്ലാക്കിൽ, ജോസ് കുര്യാക്കോസ്, സിബി ജോർജ്, ഷിബി കുര്യാക്കോസ്, സലി ജോർജ്, NK ഗോപി, ജോഷീസ് കറിയ, സാജു വർഗീസ്, BPC KB സിനി തുടങ്ങിയവർ സംസാരിച്ചു. ഈ സ്പേസ് സെന്ററിന്റെ ഉദ്ഘാടനം നടത്തുമ്പോൾ വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2 വർഷക്കാലമായി എനിക്ക് തോന്നുന്നു, ഒരു ദിവസം അന്നത്തെ DPO ആയിരുന്ന ശ്രീ ബിപിൻ സാർ എന്നോടൊരു അഭ്യർത്ഥന പോലെ നമ്മുടെ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം നമുക്ക് 3 സ്പേസ് സെന്ററുകൾ എറണാകുളം ജില്ലയിൽ നമുക്ക് നടപ്പാക്കാനായിട്ട് സാധിക്കും. അതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ചേച്ചി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാലക്കുഴ ഗ്രാമപഞ്ചായത്തിന് ഒരു സ്പേസ് സെന്റർ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളൂ. സത്യം പറഞ്ഞാൽ അതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറഞ്ഞു. ബിപിൻ സാർ അതിന്റെ എല്ലാ കാര്യങ്ങളും എന്നോട് വിശദീകരിക്കുകയും ഞാനും ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റും കൂടി അത് കേൾക്കുകയും, അപ്പോൾ അതിനകത്ത് ഈ സ്പേസ് സെന്റർ കൊണ്ടുവരുമ്പോൾ പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് നമുക്കിവിടെ മഡ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നടപ്പാക്കാനായിട്ട് അതിന്റെ ആരംഭം കണ്ടെത്തുകയായിരുന്നു. പാലക്കുഴയിൽ നമുക്ക് ഈ പറയുന്ന 28 കുട്ടികൾ എന്നുള്ളത് ഒഴിച്ച് നമുക്ക് ഇത് ജില്ലയിലെ നമ്മുടെ കിഴക്കൻ മേഖലയിൽ നമുക്ക് ഒട്ടേറെ ഭിന്നശേഷിക്കാർ, ഇപ്പോൾ നമ്മൾ സർവേ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ തന്നെ ആ ഒരു കണക്ക് കണ്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. കാരണം അത്രമാത്രം കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയെ സംബന്ധിച്ച് മൂവാറ്റുപുഴ, കോതമംഗലം, പെരുമ്പാവൂർ, നമ്മുടെ പിറവ ഉൾപ്പെടെയുള്ള വരുന്ന പ്രദേശങ്ങളിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏക സെൻ്ററാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ കോതമംഗലത്ത് നമ്മൾ 3ാമത്തെ കോതമംഗലത്ത് ആരംഭിക്കുവാനായിട്ടുള്ള ഡിസ്കഷൻ നടത്തിയപ്പോൾ അത് വടാട്ടുപാറയിലാണ് ആ സെൻറ്റർ അനുവദിക്കാനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ വടാട്ടുപാറയെ സംബന്ധിച്ച് കോതമംഗലം പ്രദേശത്ത് നിന്ന് കുട്ടമ്പുഴയിൽ, ഇപ്പോൾ കോതമംഗലം ടൗണിൽ നിന്ന് കുട്ടമ്പുഴയ്ക്ക് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ 10-22 കിലോമീറ്റർ യാത്ര ചെയ്യണം. 3 വർഷത്തോളമായി നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ സ്പേസ് സെന്റർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത്. ആ കൂട്ടായ്മയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഒരു വിദ്യാലയ അനുഭവം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു സ്പേസ് സെന്റർ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരുക്കാൻ സാധിച്ചു. ഈ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ തിരുവാലി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് സ്പേസ് സെന്റർ നമ്മുടെ പ്രദേശത്തെ മുഴുവൻ വിദ്യാലയ അനുഭവങ്ങൾ ആഗ്രഹിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഇതൊരു മുൻകൂട്ടാവട്ടെ എന്നും ഇനി അങ്ങോട്ടുള്ള സെന്ററിന്റെ എല്ലാ പ്രവർത്തനത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരു ചെറിയ സംസാരം ഉപസംഹരിക്കും. കിടപ്പിലായ കുട്ടികൾക്ക് വിദ്യാലയാനുഭവം ഒരുക്കി ഫിസിയോ, സ്പീച്ച് തെറാപ്പികൾ, ആരോഗ്യ സേവനം, സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ സേവനം, വാഹന സൗകര്യം ഉൾപ്പെടെ നൽകി അവരെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. ജില്ലയിൽ അനുവദിച്ച 2ാമത്തെ സെന്ററാണ് പാലക്കുഴയിൽ നിർമ്മിച്ചിരിക്കുന്നത്. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പയറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.